നമസ്കാരം. ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് ബെർമുഡ അറിയപ്പെടുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ദ്വീപ സമൂഹം ശാസ്ത്രലോകത്തെ എന്നും കുഴപ്പിച്ചിരുന്ന ഒരു വലിയ ഭൂമിശാസ്ത്ര സമസ്യയായിരുന്നു. ചുറ്റുമുള്ള സമുദ്രനിരപ്പിനേക്കാൾ ഏകദേശം 500 മീറ്റർ ഉയരത്തിൽ ഒരു വീക്കം പോലെയാണ് ബെർമുഡ സ്ഥിതി ചെയ്യുന്നത്. സാധാരണയായി ഇത്തരം ഉയർച്ചകൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ മൂലമോ ഭൂമിക്കടിയിലെ മാൻറ്റിൽ പ്ലൂമുകളുടെ പ്രവർത്തന ഫലമായോ ആണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഹവായ് ദ്വീപുകളിൽ കാണുന്നത് പോലെ അഗ്നിപർവ്വത നിരകളോ സജീവമായ ലാവ പ്രവാഹങ്ങളോ ബെർമുഡയിൽ കാണാനില്ല. 30 മുതൽ 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ച അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്ക് ശേഷം ഈ പ്രദേശം താഴ്ന്നു പോകേണ്ടതായിരുന്നു. എങ്കിലും ബെർമുഡ ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു. ഈ വിചിത്ര പ്രതിഭാസത്തിൻ്റെ പിന്നിലെ രഹസ്യം ഇപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. ബെർമുഡയിലെ സ്ഥിരമായ ഒരു സീസ്മിക് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ അത്ഭുതകരമായ കണ്ടെത്തൽ ഉണ്ടായത്. നൂറുകണക്കിന് ഭൂകമ്പങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഫ്രീക്വൻസി തരംഗങ്ങൾ പഠനവിധേയമാക്കിയ ഗവേഷകർ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള ശിലാപാളികളുടെ ഘടന തിരിച്ചറിഞ്ഞു. സാധാരണ അഗ്നിപർവ്വത ശിലകളും സമുദ്രത്തിന് താഴെയുള്ള പുറന്തോട് പാളികളും തന്നെയാണ് ഇവിടെ ഉള്ളത്. എങ്കിലും ഏകദേശം 10.8 കിലോമീറ്റർ ആഴത്തിൽ ഒരു ഫോസിൽ മോഹോ കണ്ടെത്തുകയുണ്ടായി. ഭൂമിയുടെ ഖന രൂപത്തിലുള്ള പുറന്തോടും ദ്രാവകാവസ്ഥയിലുള്ള മാൻറ്റിലും തമ്മിലുള്ള അതിർത്തിയാണ് മോഹോ എന്ന് വിളിക്കുന്നത്. പഴയകാല അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ അവശിഷ്ടമായി രൂപപ്പെട്ട ഈ അതിർത്തി ഇപ്പോൾ സജീവമല്ലെങ്കിലും ഒരു ചരിത്രരേഖ പോലെ അവിടെ അവശേഷിക്കുന്നു. ഈ ഫോസിൽ മോഹോയ്ക്ക് താഴെയായി ഏകദേശം 20 കിലോമീറ്റർ കനമുള്ള കൂറ്റൻ ശിലാപാളിയായിട്ടാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. മറ്റ് സമുദ്രദ്വീപുകളിൽ കാണപ്പെടുന്നതിനേക്കാൾ ഇരട്ടി കനമുള്ള ഈ പാളി ബെർമുഡയുടെ ഭൂമിശാസ്ത്ര ഘടനയിൽ നിർണായകമായ പങ്കുവയ്ക്കുന്നു. പുരാതന കാലത്തെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്കിടയിലോ അതിന് തൊട്ടു പിന്നാലെ രൂപപ്പെട്ട ഈ പാളിക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളേക്കാൾ സാന്ദ്രത കുറവാണെന്ന് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നു. ഒരു ക്യൂബിക് മീറ്ററിന് ഏകദേശം 50 കിലോഗ്രാം സാന്ദ്രത കുറവുള്ള ഈ പാറക്കൊട്ടം അതിൻ്റെ കുറഞ്ഞ ഭാരം കാരണം സമുദ്രത്തിനടിയിൽ നിന്ന് ബെർമുഡയെ മുകളിലേക്ക് താങ്ങി നിർത്തുന്നു. ഇതിനെയാണ് ഐസോസ്റ്റാറ്റിക് സപ്പോർട്ട് എന്ന് വിളിക്കുന്നത്. അതായത് ഭൂമിക്കടിയിൽ നിന്ന് പുതിയ ലാവപ്രവാഹങ്ങളോ മാൻറ്റിൽ പ്ലൂമുകളോ ഇല്ലാതെ തന്നെ ബെർമുഡയെ നിലവിലെ ഉയരത്തിൽ നിലനിർത്താൻ ഈ കൂറ്റൻ ശിലാപാളിക്ക് സാധിക്കുന്നു. ഈ കണ്ടെത്തൽ ബെർമുഡയിലെ താപനിലയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. സാധാരണയായി ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ അമിതമായ താപം അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ബെർമുഡയിൽ അത്തരം താപവ്യതിയാനങ്ങൾ കാണപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ഈ അണ്ടർപ്ലേറ്റഡ് ലെയർ ഉത്തരമാകുന്നു. ബാഷ്പശീലമുള്ള പദാർത്ഥങ്ങളടങ്ങിയ മാഗ്മ ഭൂമിക്കടിയിലെ ശിലാപാലുകളിൽ നിന്ന് വരുത്തിയ വലിയ മാറ്റങ്ങളാണ് ഇത്രയും കനമുള്ള ഒരു പാൾ രൂപപ്പെടാൻ കാരണമായത്. മറ്റ് പലയിടങ്ങളിലും ഇത്തരം പാളികൾ കാണപ്പെടുന്നുണ്ട്. എങ്കിലും ബെർമുഡയിലെ 20 കിലോമീറ്റർ കനമുള്ള പാളി ലോകത്തിലെ തന്നെ അത്യപൂർവമായ ഒന്നാണ്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവസാനിച്ചിട്ടും ഒരു പ്രദേശം എങ്ങനെ ഉയർന്നിൽക്കുന്നു എന്ന ആധുനിക ഭൂമിശാസ്ത്രത്തിലെ വലിയൊരു കടങ്കഥയ്ക്കാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് എന്ന ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫോസിൽ അണ്ടർപ്ലേറ്റഡ് പ്രക്രിയയ്ക്ക് വലിയ ഭൂപ്രദേശങ്ങളിലെ കോടിക്കണക്കിന് വർഷങ്ങൾ സുസ്ഥിരമായി താങ്ങി നിർത്താൻ കഴിയുമെന്ന് ഈ ഗവേഷണം തെളിയിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.